ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ്സിന് പുറത്തെന്ന് പറയേണ്ടി വരും. കാരണം കോൺഗ്രസ്സിൽ അദ്ദേഹം അനഭിമതനായി കഴിഞ്ഞു. BJPയിലോട്ട് എത്തിയതുമില്ല. പക്ഷേ അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലെ സന്ദർശനം തുടരുന്നു. അവിടെയൊക്കെ നന്നായി അദ്ദേഹം ഇന്ത്യയുടെ ഈ വിജയരഹസ്യങ്ങളൊക്കെ പറയുന്നു. മറ്റ് രാജ്യങ്ങൾക്ക് അസൂയ ഉണ്ടാക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ അവതരണമെല്ലാം. അതുകൊണ്ട് തന്നെ മോദിക്കും ഒക്കെ വലിയ ഇഷ്ടമാണ് ശശി തരൂരിന്. അതുകൊണ്ട് ശശി തരൂരിന് BJPയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അങ്ങനെ ഒരു അജണ്ട ശശി തരൂരിനുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. ഞാനത് വെറുതെ കരുതുന്നതല്ല. ഞാൻ ഒടുവിൽ അത് ഉറപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഹിന്ദു ആർട്ടിക്കിൾ വായിച്ചപ്പോഴാണ്. ഹിന്ദുവിൽ ഇദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദൗത്യം, അദ്ദേഹം പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദൗത്യമല്ലാതെ ദേശത്തിൻ്റെ ദൗത്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായൊരു ദൗത്യം ഏറ്റെടുക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായി ഞാനും ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയാതെ അല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഡിസിപ്ലിൻ എന്താണ്, അതിൻ്റെ ഒരു മെത്തഡോളജി ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ നീക്കമെന്ന് ഹിന്ദു ആർട്ടിക്കിൾ തെളിയിക്കുന്നുണ്ട്. ഞാൻ അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ പലപ്പോഴും തരൂരിന് വേണ്ടി പലപ്പോഴും കോൺഗ്രസ്സിൽ പലരും പല ഗ്രൂപ്പുകളും അദ്ദേഹത്തിനെതിരായി കലഹിച്ചപ്പോൾ ശശി തരൂരിനെ സംരക്ഷിക്കണമെന്നും ശശി തരൂരിനെ ഒരുപക്ഷെ കോൺഗ്രസ്സിന് കേരളത്തിൽ നിന്ന് സ്വപ്നം കാണാൻ പറ്റാത്ത പദവികളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാം. കാരണം ഒരു പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസ്സിൽ നിന്ന് ആരെയും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല കേരളത്തിൽ. അത് സാധ്യതയുള്ള ഒരാളാണ്. വേണ്ട, ഈ തമ്മിലടി കൊണ്ട് ഗ്രൂപ്പുകളുടെ ഈ വഴക്കിൽ കേരളത്തിലെ കോൺഗ്രസ് ക്ഷീണിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാമായിരുന്ന ഒരാളാണ്. അത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ശശി തരൂരിനെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ ശശി തരൂരിന് ഇനഫ് ഇസ് ഇനഫ് എന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഹിന്ദു ആർട്ടിക്കിൾ കാണിക്കുന്നത്. അദ്ദേഹം വെറുതെ അല്ല ഈ നിലപാടുകൾ എടുക്കുന്നത്. കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടിനെ നേരിടാമായിരുന്നു. പക്ഷേ ശശി തരൂരിനെ പോലെ ഒരാളെ അങ്ങനെ നേരിടുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ അപകടം ഉണ്ടാക്കുമെന്ന് കോൺഗ്രസിനും അറിയാം. കാരണം ശശി തരൂരിൻ്റെ നിലപാടുകളെ പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കോൺഗ്രസും വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പലരും പലയിടത്തു നിന്ന് പാർശ്വങ്ങളിൽ നിന്ന് എങ്ങനെ ഒക്കെ പ്രതികരിക്കുകയല്ലാതെ ഔദ്യോഗികമായി കോൺഗ്രസ് പാർട്ടി മിണ്ടാത്തതും അതുകൊണ്ടാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വാക്കുകൊണ്ട് ശശി തരൂർ പോകരുത്. ശശി തരൂർ പോകുമെന്ന് ഏതാണ്ട് കോൺഗ്രസിനും അറിയാം. അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ നയം സ്വീകരിക്കാമായിരുന്നല്ലോ. ഇപ്പോൾ അന്താരാഷ്ട്ര ഡെലിഗേഷനിൽ ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധീകരിക്കേണ്ടത് ആരാണ് എന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ അയച്ചു തരണമെന്ന് ആവശ്യപ്പെടാം ഗവൺമെൻറ്റിന്. ആരാണ് പങ്കെടുക്കേണ്ടതെന്ന് ആവശ്യപ്പെടുന്നത് അത് തീരുമാനിക്കേണ്ടത് അതാത് പാർട്ടികളാണല്ലോ. മമതാ ബാനർജി അങ്ങനെയാണ്. മമതാ ബാനർജി പേര് മാറ്റി എടുത്തു. യൂസുഫ് പത്താൻ്റെ പേര് കൊടുത്തപ്പോൾ വെട്ടി മാറ്റിയിട്ട് തൃണമൂൽ കോൺഗ്രസ് ഈ ദൗത്യത്തെ പിന്തുണക്കും. പക്ഷേ ഞങ്ങളെ പ്രതിനിധീകരിക്കേണ്ടത് ആര് എന്ന് നിങ്ങൾ തീരുമാനിക്കരുത്. യൂസുഫ് പത്താനെ പിൻവലിച്ചിട്ട് അഭിഷേക് ബാനർജിയുടെ പേര് കൊടുത്തു. അങ്ങനെ കോൺഗ്രസിന് നയമെടുക്കാമായിരുന്നു. മറ്റൊരാൾ പോകാൻ പാടില്ല, മറ്റൊരാൾ പോകുന്നുണ്ടെങ്കിൽ അത് പാർട്ടി വിരുദ്ധമായി അച്ചടക്ക ലംഘനത്തെ നടപടിയെടുക്കുന്നൊക്കെ പറയാമായിരുന്നു. കോൺഗ്രസ് പറഞ്ഞില്ല. പക്ഷേ ശശി തരൂരിൻ്റെ മനസ്സെന്താണെന്ന് അറിയാൻ ആ ഹിന്ദു ആർട്ടിക്കിൾ മതി. ഹിന്ദു ആർട്ടിക്കിൾ മനോഹരമാണ് കേട്ടോ, കണ്ടു കാണും അത്. ആ ആർട്ടിക്കിളിൽ പറയുന്നത് ഇന്ത്യയുടെ മഹത്വം ലോകത്തിന് 3 കാര്യങ്ങൾ പരിചയപ്പെടുത്തേണ്ട കാലമാണ്. 3 T ആണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് നമ്മുടെ ട്രേഡ്, വേറൊന്ന് ടെക്ക്, 3 നമ്മുടെ ട്രഡീഷൻ. അത് 3 വളരെ കറക്റ്റാണല്ലോ. ഇന്ത്യ വിശ്വഗുരുവാകുന്നത് അങ്ങനെയാണ്. ഒന്ന് നമ്മൾ ലോകത്തോട് നടത്തിയിരുന്ന വ്യാപാരം, ലോകരാജ്യങ്ങളിലെ വ്യാപാരികളുമായി നടത്തിയിരുന്നത്. അപ്പോൾ അറബ് ലോകത്തിനൊക്കെ ഇന്ത്യയോട് ഇപ്പോഴും കിട്ടുന്ന ആദരവ്, ഈവൻ നരേന്ദ്രമോദി ചെല്ലുമ്പോൾ പോലും കിട്ടുന്ന ആദരവ്, ഒരു കാലത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വന്ന് അറബ് വണിക്കുകൾ വാങ്ങിച്ചിട്ട് യൂറോപ്പിൽ ഉൾപ്പെടെ എത്തിച്ചിരുന്ന ഒരു കാലമുണ്ട്. അങ്ങനെ അറബ് സമ്പന്നന്മാരുണ്ടായി തീർന്നൊരു കാലമുണ്ട്. അപ്പോൾ വ്യാപാരത്തിന് എന്നും ലക്ഷണമൊത്ത സത്യസന്ധതയുടെ ഒരു രാജ്യമാണ് അത്. കേരളോൽപ്പത്തിയിലൊക്കെ മനോഹരമായ ചില കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അതിൻ്റെ അത് നീണ്ടുപോകും. അപ്പോൾ ഈ വ്യാപാരത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട് ഇന്ത്യക്ക്. അത് ഇൻഡോളജിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം ടെക്ക്. അത് നമ്മൾ അത്ഭുതകരമായി, ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? മാനവ വിഭവശേഷിയാണ്. നമ്മുടെ ടെക്കികൾ ലോകോത്തരമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും വേണമല്ലോ. നിങ്ങൾ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ, ഞാൻ വിദേശത്ത് 10 കൊല്ലം പോയി നോക്കി, എല്ലാ കമ്പനികൾക്കും ആദ്യം കോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ വിദേശത്ത് കണ്ട ഒരു കൊട്ടേഷൻ്റെ ഞാൻ ജോലി ചെയ്തിരുന്നൊരു കമ്പനിയിൽ ഈ സാപ്പ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അത് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഞങ്ങൾ അവിടെ ഞാനുണ്ടായിരുന്നു ആ കമ്പനിയിൽ. അപ്പോൾ അത് കോട്ട് ചെയ്യാൻ അതിൻ്റെ കരാറ്
കൊട്ടേഷൻ ഏൽപ്പിക്കാൻ വേണ്ടി കോട്ട് ചെയ്ത ആഗോള ടെൻഡർ വിളിച്ചപ്പോൾ അഭിമാനത്തോടെ നമുക്ക് ഈ കോർപ്പറേറ്റ്സിനെ കുറിച്ചൊക്കെയുള്ള ആദ്യമായ അഭിമാനം തോന്നുന്നത് അങ്ങനെ കോർപ്പറേറ്റ്സിനെ ചീത്ത പറഞ്ഞ് മടുത്തു പോയതാണ് ഞാൻ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒന്ന് ടാറ്റ കൺസൾട്ടൻസിയാണ്, 2 ഇൻഫോസിസ് ആണ്. ഇങ്ങനെയുള്ള കമ്പനികൾ വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഇന്ത്യൻ ടെക്കുകൾക്ക് ലോകത്തിലെല്ലായിടത്തും സ്വീകാര്യമുണ്ട്. തരൂർ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. മൂന്നാമത്തേത് നമ്മുടെ ട്രഡീഷനാണ്, പാരമ്പര്യം. ലോകത്തിന് എന്താ ഇന്ത്യൻനെസ്സിന് മഹത്വം എന്ന് ചോദിച്ചാൽ 1893 സ്വാമി വിവേകാനന്ദൻ വിളിച്ചു പറഞ്ഞതിനേക്കാളും മഹത്തരമാണ് ഇന്ന്. അതിൻ്റെ തുടർച്ചയാണല്ലോ. ഞങ്ങൾ ശാന്തിയാണ് ഞങ്ങളുടെ മന്ത്രം. സ്വീകരിക്കുക, അമ്മയുടെ മനസ്സോടെ ലോകത്തിലെ എല്ലാ സംസ്കാരത്തെയും പുണരുകയാണ് ഞങ്ങളുടെ സംസ്കാരം. എക്സ്ക്ലൂഷൻ എന്നൊരു വാക്കില്ല ഇന്ത്യയുടെ നിഘണ്ടുവിൽ. നമ്മൾ ആരെയും ബഹിഷ്കരിക്കില്ല, ആരെയും ബോയ്ക്കോട്ട് ചെയ്യില്ല. അങ്ങനെയുള്ള നമ്മുടെ സംസ്കാരം അതാണ്. വന്നവൻ്റെ കയ്യിൽ നിന്നൊക്കെ നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കും. നമുക്ക് നിഘണ്ടു ഉണ്ടാക്കാൻ ജർമ്മനിയിൽ നിന്നൊരു സായിപ്പ് വന്നാൽ അവനെയും നമ്മൾ ആദരിക്കും. അന്യഭാഷയായ സംസ്കൃതം വന്ന് പഠിച്ചിട്ട് സംസ്കൃതത്തിന് ഒരു കോളേജ് തുടങ്ങാൻ കുര്യാക്കോസ് സാറ് വന്നാൽ അദ്ദേഹത്തെയും നമ്മൾ സ്വീകരിക്കും. നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല സംഗീതവും ഒക്കെ ആയിട്ട് ആര് വന്നാലും നമ്മൾ സ്വീകരിക്കും. അതാണ് നമ്മൾ രീതി. അതാണ് മലയാളം എന്ന് നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്ന മലയാളത്തിലെ എത്രയോ അന്യഭാഷകളുണ്ട്. ഇപ്പോൾ ഞാൻ ഈയിടെ എൻ്റെ മോളി ചോദിച്ചപ്പോഴാണ് ഞാൻ കണ്ടുപിടിച്ചത് സവാള എന്ന വാക്ക് പോർച്ചുഗീസാണ്. സവാള നമ്മുടെ അടുക്കളയിൽ ഏറ്റവും പരിചയമുള്ള വാക്ക്. അപ്പം നമ്മുടെ സംസ്കാരത്തിൽ ഇത് അലിഞ്ഞു ചേർന്നൊരു സാധനമാണ് വിദേശം. നമുക്ക് വിദേശി എന്ന് പറയുന്നത് അന്യനല്ല, അതിഥി ദേവോ ഭവയാണ്. നമുക്ക് ലോകോത്തരമാണ്. ഞാൻ ആലോചിച്ച് നോക്കൂ, എനിക്ക് ഇസ്ലാമിക് കൾച്ചർ മുഴുവനും എനിക്ക് അറിയാവുന്നിടത്തോളം ഞാൻ പഠിച്ചു നോക്കി, കഴിയുന്നത്ര. ഞാൻ എവിടെയും ഈ കൺസെപ്റ്റ് കണ്ടിട്ടില്ല. അച്ഛനമ്മമാരെ ബഹുമാനിക്കണം, ഗുരുവിനെ ബഹുമാനിക്കണം, ദൈവത്തെ ആരാധിക്കണം, പ്രവാചകന്മാരെ ബഹുമാനിക്കണം എന്നല്ലാതെ ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാൾ എൻ്റെ വീട്ടിൽ അതിഥിയായി വന്നുപെട്ടാൽ അവനെ ദൈവത്തെ പോലെ ആരാധിക്കണം, ബഹുമാനിക്കണം എന്ന് പറയുന്ന ഒരു കൾച്ചർ ലോകോത്തരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ട്രഡീഷൻ എന്ന് പറയുന്നത് ലോകോത്തരം. അതുകൊണ്ട് അതിനെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു ശശി തരൂർ. പക്ഷേ ആ ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ അജണ്ടയുണ്ട്. അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ലോകത്തോട് ഇന്ത്യയുടെ ഈ മഹത്വം വിളിച്ചു പറയേണ്ടതുണ്ട്. അത് പറയാൻ നാഷണൽ മീഡിയയിൽ മാത്രമല്ല ഇൻ്റർനാഷണൽ മീഡിയയിലും നമ്മുടെ PR വർക്ക് എത്തുന്നില്ല. നരേന്ദ്രമോദിക്ക് പോലുമുള്ള ഒരു 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 പഠനം അല്ലെങ്കിൽ ഒരു തിരുത്താണത്, ഒരു ഉപദേശമാണത്, ഡിബേറ്റബിളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം അതാ, നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള മറ്റൊരുപാട് ഗുണഗണങ്ങൾ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കുറവായി പറയുന്നത് അദ്ദേഹം മീഡിയ അഡ്രസ്സ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനൊരാൾ വേണം. 1. 2, അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ മഹത്വം, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചലഞ്ചസ്. ഇപ്പോൾ ടെററിസം പോലുള്ള ചലഞ്ചസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇവിടെയാണ്, ലോകവേദികളിലാണ്, ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലാണ്, UN പോലുള്ള സമിതികളിലാണ്. അതിന് നമ്മുടെ വിദേശകാര്യ വകുപ്പ് പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. ജയശങ്കർ സാറിനെ പോലെ അദ്ദേഹം ആദരപൂർവ്വം കാണുന്നവരെ നമ്മളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ 2 കൂട്ടരോട്, പ്രത്യേകിച്ച് വേൾഡ് മീഡിയയോട് പ്ലസ് ഈ പ്ലാറ്റ്ഫോം ഈ നാഷണൽ പ്ലാറ്റ്ഫോം ലോക രാജ്യങ്ങളുടെ പൊതുവേദികളോട് നമ്മൾ സംവദിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി ഉണർന്ന് ചിന്തിച്ചത്, ശശി തരൂരിന് ഇനി എന്തിൻ്റെ കുറവാണാവോ? ഒരു കുറവുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ഇനി എന്തെങ്കിലും ഒരു തൂവലിൻ്റെ കുറവുണ്ടെങ്കിൽ അത് വിദേശകാര്യ വകുപ്പിൻ്റെ സമ്പൂർണ്ണ ചുമതലയുള്ളൊരു മന്ത്രിയാണ്. ഒരുപക്ഷെ ഉപരാഷ്ട്രപതി പോലും ആയേക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആദ്യം ആഗ്രഹിക്കുന്ന പദവി ഇത് തന്നെയായിരിക്കണം. അതിൻ്റെ കുറവ് അങ്ങേക്കുണ്ട് എന്ന് ഭംഗ്യന്തരേണ അതിമനോഹരമായ ഭാഷയിൽ നരേന്ദ്രമോദിയെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും ബോധ്യപ്പെടുത്തുക കൂടിയാണ് അദ്ദേഹം ചെയ്തത്. ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിക്കുമ്പോഴും ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും മനോഹരമായിട്ട് അദ്ദേഹം അത് ചെയ്തു. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ കാലത്ത് ഇനി അദ്ദേഹം കാണുന്ന, അത് മാത്രമല്ല കോൺഗ്രസ്സിൽ അദ്ദേഹം അനുഭവിക്കുന്നതും മടുത്തിട്ടുണ്ടാവും. അദ്ദേഹത്തെ തിരിച്ചറിയാൻ, അദ്ദേഹത്തെ അംഗീകരിക്കാൻ, അദ്ദേഹത്തിൻ്റെ പറ്റിയ ഒരു കോൺഗ്രസ് ഇല്ല എന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശശി തരൂർ വൈകാതെ BJPയെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നേരിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ അംഗീകാരത്തോടു കൂടി കൂടുതൽ ഉയർന്ന പദവികളിലേക്ക് പോവുകയോ, ജയശങ്കർ സ്വതന്ത്രനാണ്,
അത് അതേ പാതയിൽ ശശി തരൂരിനും വരാമല്ലോ. ശശി തരൂർ ഉയർന്ന പദവികളിലേക്ക് പോകുമെന്നും പ്രത്യേകിച്ച് BJPയുടെ ഭരണം തുടരുന്ന കാലത്തോളം അദ്ദേഹത്തിന് വലിയ അംഗീകാരങ്ങൾ കിട്ടുമെന്നും ആ ഒരു വഴിയിൽ തന്നെയാണ് ശശി തരൂർ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ശശി തരൂരിനെ ദീർഘകാലം ഞാൻ മുമ്പൊരിക്കലും ആർട്ടിക്കിളിൽ കുറച്ച് മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്, ശശി തരൂർ തിരിച്ചു വരുമ്പോൾ BJPയും കേന്ദ്ര ഗവൺമെൻറ്റും വരവേൽപ്പ് കൊടുക്കും. എന്നുവെച്ചാൽ വിദേശ ഡെലിഗേഷൻ കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഒരു യാത്രയപ്പും കൊടുക്കാൻ സമയമായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.